This video is sponsored by Skyle. GTA 6നെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ ഇന്നും റിലീസാവുന്ന ഓരോ ഓപ്പൺ വേൾഡ് ഗെയിംസിനും കടുകട്ട കോമ്പറ്റീഷൻ കൊടുക്കുന്ന 11 കൊല്ലം മുമ്പ് റിലീസായ ഒരു ഗെയിമുണ്ട്. പല റെക്കോർഡുകളും വെറും ദിവസങ്ങൾ കൊണ്ട് കാറ്റിൽ പറത്തിയ ഒരു ഗെയിം ഇന്നും അത് റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതേ ഫ്രാഞ്ചൈസിയിൽ പുതിയ ഗെയിം വരുന്നു എന്ന് പറഞ്ഞാൽ they are here to set the new standards for open world gaming and I hope they will succeed in it as well. സോ ചില്ലറ പ്രഷറൊന്നും അല്ല അവർക്കുള്ളത്, പക്ഷേ റോക്ക് സ്റ്റാർ ആണ്, GTA ഫ്രാഞ്ചൈസ് ആണ്, മറക്കരുത്. സോ ഇതെല്ലാം മേ ബി അവർക്ക് നെല്ലുവല്ലി. സോ ടുഡേ വി ആർ ഗോണ ടോക്ക് അബൌട്ട് GTA 6. Everything you need to know about this game, updates, rumors, leaks and reasonable speculations based on Rockstar's track record. ഓൾമോസ്റ്റ് ഒരു ദശാബ്ദത്തിന് മുമ്പ് GTA 5 ഇറങ്ങിയപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ ഗെയിമേഴ്സിനെയും അവർ ഞെട്ടിച്ചിരുന്നു. എ ഹ്യൂജ് ഓപ്പൺ വേൾഡ്, മൾട്ടിപ്പിൾ പ്ലേയബിൾ ക്യാരക്ടേഴ്സ് ആൻഡ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് മൾട്ടിപ്ലെയേഴ്സ്. പക്ഷേ 11 വർഷത്തിന് ഇപ്പുറം ഗെയിമിംഗ് ലോകം ഒരുപാട് ഇവോൾവ് ചെയ്തിരിക്കുന്നു. ആൻഡ് റോക്സ്റ്റാർ ഇസ് നോ സ്ട്രേഞ്ചർ പുഷിംഗ് ടു ബൗണ്ടറീസ്. സോ എന്തൊക്കെ മേജർ അപ്ഗ്രേഡ്സ് ആയിരിക്കും നമുക്ക് GTA 6 പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? ലെറ്റ്സ് ലുക്ക് ഇൻ ടു ഇറ്റ്. നമ്പർ 1, എ വെരി മാസീവ് വേൾഡ്. നമ്മൾ ട്രെയിലർ കണ്ട പോലെ തന്നെ GTA 6 തിരിച്ച് വൈസ് സിറ്റിയിലേക്കാണ് വരാൻ പോകുന്നത്, വിച്ച് ഇസ് ഇൻ മയാമി. പക്ഷേ അത് അവിടെ കൊണ്ട് ഒതുങ്ങുന്നില്ല. ഗെയിമിൻ്റെ ഓൾറെഡി പുറത്ത് വരുന്ന ലീക്സ് ചൂണ്ടിക്കാട്ടുന്നത് സൗത്ത് അമേരിക്കയിലെയും കരീബിയൻസിലെയും മറ്റ് പല മൾട്ടിപ്പിൾ സിറ്റീസിനെ കൂടി ഇൻസ്പയർ ചെയ്തിരിക്കുന്ന പല ടെറൈൻസ് ആൻഡ് റീജിയൻസ് കൂടി ഗെയിമിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലാണ്. ആൻഡ് ദാറ്റ് വിൽ മേക്ക് ഇറ്റ് ദ ലാർജസ്റ്റ് ഓപ്പൺ വേൾഡ് ഗെയിം ഇൻ ദ എൻറ്റയർ സീരീസ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, ഫ്ലൈയിങ് ബിറ്റ്വീൻ ദീസ് സിറ്റീസ്, ഓരോ എക്കണോമീസ്, വിവിധ സംസ്കാരങ്ങൾ എല്ലാം ഒരൊറ്റ വേൾഡിൽ ഇന്റർ കണക്ട് ചെയ്താലോ. നമ്പർ 2, നെക്സ്റ്റ് ജെൻ റിയലിസം. നെക്സ്റ്റ് ജെൻ കൺസോളുകൾ റോക്സ്റ്റാറിനെ കൂടുതൽ ആഴത്തിലുള്ള ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ആൻഡ് യെസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് ദി എൻഹാൻസ്ഡ് AIs, ഡൈനാമിക് വെതർ സിസ്റ്റംസ് ആൻഡ് ലിറ്ററലി എ ലിവിങ് ബ്രീത്തിങ് വേൾഡ്. ആൻഡ് ഓൾസോ NPCകൾക്ക് കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ഷൻസും റിയാക്ഷൻസും സ്കെഡ്യൂൾസും ഉണ്ടായിരിക്കും. And the level of detailing, which is obviously Rockstar is known for, could reach വേറെ ലെവൽ ലീഗ്. ഫ്രം ഒരു റാൻഡം കാലാവസ്ഥയിൽ എങ്ങനെ വണ്ടികളുടെ ഹാൻഡ്ലിംഗ് മാറുന്നു എന്നത് ഉൾപ്പെടെ ടു ഹൗ ദ സിറ്റി ചേഞ്ചസ് ഫ്രം നൈറ്റ് ടു ഡേ. നമ്പർ 3, ഇവോൾവിംഗ് എൻവയോൺമെൻറ്റ്സ്. ഇത് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് റൂമേഴ്സ് ഐവ് ഹേർഡ്, ദ പോസിബിലിറ്റി ഓഫ് എൻ ഇവോൾവിംഗ് എൻവയോൺമെൻറ്റ്. ഈ റൂമേഴ്സ് ഓൾമോസ്റ്റ് ഒരു 99% ഷുവർ ആവാനാണ് സാധ്യത. അതിൻ്റെ മെയിൻ കാരണം എന്തെന്നാൽ ഇവരിത് ഓൾറെഡി റെഡ് ഡെഡ് റിഡംപ്ഷൻ 2 വർക്കൗട്ട് ആക്കി എന്നതാണ്. RDR 2 ഹാഡ് ചേഞ്ചിങ് ലാൻഡ്സ്കേപ്സ് ആൻഡ് വെതർ എഫക്റ്റിംഗ് ഗെയിം പ്ലേ. ഇത് ആക്ച്വലി GTA 6 കൊണ്ടുവരണം. മാത്രമല്ല അത് അതിലും അങ്ങേയറ്റം മികച്ച രീതിയിൽ വർക്കൗട്ട് ആക്കാനാണ് സാധ്യത. ലൈക്ക് ദ എൻറ്റയർ നെയ്ബർഹുഡ് മേ ചേഞ്ച് ഓവർ ടൈം, ലൈക്ക് ദ കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ്, ജെൻട്രിഫിക്കേഷൻസ്, ഈവൻ സിറ്റിയുടെ പല ഭാഗങ്ങളും നശിപ്പിക്കുന്ന ചുഴലിക്കാറ്റുകൾ പോലും. ഇത് നമ്മൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിൽ ഈ ഒരു വേൾഡിനെ സജീവമാക്കും. GTA 5 വൺ ഓഫ് ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് ഫീച്ചർ എന്തായിരുന്നു എന്നാൽ ഒന്നിൽ കൂടുതൽ നായകന്മാരെ ഗെയിമിലേക്ക് കൊണ്ടുവന്നു. മൈക്കിളും ട്രെവറും ഫ്രാങ്ക്ലിനും 3 വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള 3 വ്യത്യസ്ത കഥാപാത്രങ്ങളായിരുന്നു. പക്ഷേ ഇവരെ 3 പേരെയും ഒരു സ്റ്റോറി ലൈനിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും അത് വിജയിപ്പിച്ചെടുക്കാനും അവർക്ക് സാധിച്ചു. ആൻഡ് ഈ ഒരു ഐഡിയ GTA 6 വരുമ്പോൾ ഇതിലും മികച്ച രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനാണ് സാധ്യത. ട്രെയിലർ കണ്ടത് വെച്ചും പുറത്തു വരുന്ന റൂമേഴ്സ് വെച്ചും അറിയാൻ സാധിക്കുന്നത് യെസ്, there will be at least 2 characters in GTA 6, a male and a female protagonist. ഇത് സീരീസിൽ ഫസ്റ്റ് ടൈമാണ് നമുക്കൊരു പെണ്ണായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നത്. ലൂസിയ, ജെയ്സൺ എന്നായിരിക്കും ഇവരുടെ പേരുകൾ. കണ്ടത് വെച്ച് ഇവർ കപ്പിൾ അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സ് ആവാനാണ് സാധ്യത കൂടുതൽ. ചിലർ ഇവർ സിബ്ലിങ്സ് ആവാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് പാർട്ട്നേഴ്സ് ആവാൻ തന്നെയാണ് സാധ്യത. ഇവരായിരിക്കും വൈസ് സിറ്റിയിലെ ലാൻസും ടോമിയും ഭരിച്ചിരുന്ന അധോലോകത്തിൻ്റെ പുതിയ അവകാശികൾ. റോക്സ്റ്റാർ എന്നെന്നും സ്റ്റോറി നറേറ്റീവ്സിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നടത്താറില്ല. ആൻഡ് വിത്ത് നെക്സ്റ്റ് ജെൻ ടെക്നോളജി നമുക്ക് കുറച്ചുകൂടി ലെയേഴ്സ് ഉള്ളതും കുറെ കൂടി ഇമോഷണൽ ഡെപ്തുമുള്ള ക്യാരക്ടേഴ്സ് ഡെവലപ്മെൻറ്റ് പ്രതീക്ഷിക്കാം. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു വലിയ ഇമ്പാക്ട് സ്റ്റോറിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് റിയൽ ടൈമിലെ പോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കുമായി ഓരോ സെപ്പറേറ്റ് ബ്രാഞ്ചസ് ഓഫ് സ്റ്റോറീസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ഹൗ വി ഹാൻഡിൽ സർട്ടൻ മിഷൻസ് ഓർ അലയൻസസ്. യെസ്, ദി ഓൾഡ് റെട്രോ വൈസ് സിറ്റി സെറ്റ് ടു ടുഡേയ്സ് വേൾഡ്. ഇതെന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ഫാക്ടറാണ്.
ടോമി വേഴ്സിറ്റി ആയിട്ട് ഞാൻ പോയി കണ്ട ബിൽഡിങ്സും വാങ്ങിക്കൂട്ടിയ പ്രോപ്പർട്ടീസും ജെയ്സണും ലൂസിയുമായി ഒക്കെ പോയി ഒന്ന് കാണുന്നത് മേക്സ് മീ റിയലി എക്സൈറ്റിംഗ്. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വൈസ് സിറ്റിയിൽ വന്നിട്ടുള്ളത്? നമ്മുടെ ആ പഴയ വേഴ്സിറ്റി എസ്റ്റേറ്റ് ഇപ്പോൾ ഏത് കോലത്തിലായിരിക്കും? പണ്ട് നമ്മൾ RC വെച്ച് പൊട്ടിച്ച ആ ബിൽഡിംഗ് ഇപ്പോഴും അവിടെ ഉണ്ടാവും? അങ്ങനെ ഒരുപാടേറെ കാര്യങ്ങളുണ്ട് മനസ്സിൽ. ഐ ആം ടു എക്സൈറ്റഡ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈസ് സിറ്റിയും കടന്ന് കുറച്ച് കരീബിയൻ ഐലൻഡ്സും സൗത്ത് അമേരിക്കൻ റീജിയൻസും കൂടി ഈ ഒരു യൂണിവേഴ്സിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഉറപ്പായിട്ടില്ല, ബട്ട് സ്റ്റിൽ സാധ്യതയുണ്ട്. ഡ്രഗ് ട്രേഡിങ്ങിനും സ്മഗ്ലിങ്ങിനും ഒക്കെ ആയിട്ട് ആവാനാകും സാധ്യത. മെയിൻ മിഷൻസ് ആസ് വെൽ ആസ് സൈഡ് മിഷൻസിൽ ഹൈസ്റ്റുകൾ കുറച്ചുകൂടി ഡൈനാമിക് ആവാനും സാധ്യത നല്ല രീതിയിൽ കാണുന്നുണ്ട്. ആൻഡ് ഓൾറെഡി GTA 5 ഹൈസ്റ്റ് അതിമാരക പൊളിയായിരുന്നു. ബട്ട് ഇൻ GTA 6 ഇത് പക്ഷേ എല്ലാ കാര്യങ്ങളിലും ചെയ്യും പോലെ വേറെ ലെവൽ എക്സ്പാൻഷൻ ഇതിലും നമുക്ക് പ്രതീക്ഷിക്കാം. ലൈക്ക് ദി ഐഡിയ ഓഫ് റണ്ണിങ് എ ക്രിമിനൽ എൻ്റർപ്രൈസസ്, ലൈക്ക് ഇനി അത് ഡ്രഗ് സ്മഗ്ലിംഗ്, റണ്ണിങ് എ കാസിനോ, ഓർ ഈവൻ ബിൽഡിങ് എ റിയൽ എസ്റ്റേറ്റ് എംപയർ. ആൻഡ് നമ്മളെടുക്കുന്ന ഓരോ ചോയ്സസും വൈസ് സിറ്റിയിലെ അധോലോകത്തിലേക്ക് നമ്മൾ ഓരോ ചുവടുവയ്പ് നടത്തും. കോമ്പാക്ട് ആൻഡ് ഡ്രൈവിംഗ് രണ്ടിലും ഒരു മേജർ ഇംപ്രവൈസേഷൻ കൊണ്ടുവരുന്നതാണ് മറ്റൊരു സംഭവം. ഷൂട്ടിംഗ് മെക്കാനിക്സ് കുറച്ചുകൂടി ഫ്ലൂയിഡ് ആക്കാനും റിയലിസ്റ്റിക് റീകോയിൽസ് ആൻഡ് മോർ പ്രാക്ടിക്കൽ ആൻഡ് റിയലിസ്റ്റിക് ഡാമേജ് സിസ്റ്റംസ് നമുക്ക് പ്രതീക്ഷിക്കാം. വെഹിക്കിൾ മെക്കാനിക്സിലാണെങ്കിൽ വെതർ നമ്മുടെ ഡ്രൈവിങ്ങിനെ കാര്യമായി തന്നെ ബാധിക്കുന്ന വിധത്തിലായിരിക്കും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് മഴയത്തെ റോഡിൽ സ്ലൈഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഓൾസോ ടയേഴ്സിന് മണലിൽ കയറുമ്പോൾ ട്രാക്ഷൻ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പ്ലെയിൻസ്, ചോപ്പേഴ്സ് ആൻഡ് ഈവൻ ബോട്ട്സിന് പോലും ഒരു ബിഗർ റോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. GTA 5 ഇറങ്ങി ഇത്രയും കാലം കഴിഞ്ഞെങ്കിലും GTA ഓൺലൈൻ വേൾഡ് ഇപ്പോഴും ഡബിൾ അല്ല, ട്രിപ്പിൾ സ്ട്രോങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ഗെയിമേഴ്സാണ് സ്റ്റിൽ എല്ലാ ദിവസവും GTA 5 ഓണിലേക്ക് ലോഗിൻ ചെയ്യാറുള്ളത്. GTA 5 തന്നെ ഇത്രയും കിടിലം ഒരു ലോകം പ്ലെയേഴ്സിന് തുറന്നിട്ട് കൊടുത്തെങ്കിൽ തിങ്ക് വാട്ട് ആർ ദേ കുക്കിംഗ് ഇൻ GTA 6. ട്രാക്ക് റെക്കോർഡ്സിൽ ഇന്നേ വരെ ഒരു കുറ്റവും മോശവും കേൾപ്പിക്കാത്ത ഒരു ഫ്രാഞ്ചൈസിനെ എങ്ങനെയൊക്കെ ബെറ്റർ ആക്കാൻ പറ്റുമോ അവരതിൻ്റെ എല്ലാം ഓൾറെഡി ചെയ്ത് തുടങ്ങി കാണും. സോ ആസ് പെർ ലീഗ്സ് GTA 6 ഓരോ നിമിഷവും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. സീസണൽ ഇവൻറ്റ്സ് കൊണ്ടും ഹൈസ്റ്റുകൾ കൊണ്ടും കളം നിറഞ്ഞിരിക്കുന്ന ഒരു ലോകമാണ് കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത്. ദ പൊട്ടൻഷ്യൽ ഹിയർ ഈസ് റിയലി റിയലി ഹ്യൂജ്. റോക്സ്റ്റാർ പെർമനൻ്റ്ലി ഓൺലൈൻ വേൾഡിൽ ചേഞ്ചുകൾ കൊണ്ടുവരുന്ന ലൈവ് ഇവൻറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ലൈക്ക് ദ നാച്ചുറൽ കലാമിറ്റീസ്, മാസീവ് സിറ്റി വൈഡ് ഹൈസ്റ്റ് ആൻഡ് ഈവൻ ഗ്ലോബൽ ക്രിമിനൽ കോൺസ്പിറസീസ് even the players can take part in. It's also likely that Rockstar will aim for a cross-platform experience. ഇത് ഡിഫറെൻറ്റ് കോൺസോൾസിലുള്ള പ്ലെയേഴ്സിനെ എല്ലാം കണക്ട് ചെയ്ത് ഒരൊറ്റ വേൾഡിൽ കൊണ്ടുവരാൻ സാധിക്കും. ലൈക്ക് PCs, PlayStations ആൻഡ് Xbox. ഇതിപ്പം നിലനിൽക്കുന്ന ഓൺലൈൻ വേൾഡിനെ ഇതിനേക്കാൾ 10 മടങ്ങ് വലുതാക്കാൻ കഴിയും. ആൻഡ് റോക്സ്റ്റാറിൻ്റെ GTA സീരീസിൽ എല്ലാം വെച്ചിരിക്കുന്ന വിശ്വാസം അങ്ങനെ തന്നെ നിലനിർത്താൻ റോക്സ്റ്റാറിന് കഴിയട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ബീൻ സോ ലോങ്, വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദിസ് ഗെയിം. ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ക്ലൗഡും ടോമിയും CJയും മൈക്കിളും ട്രെവറും ഫ്രാങ്ക്ലിനും ഒക്കെ തീർത്തിട്ട ഒരു സാമ്രാജ്യം തന്നെയുണ്ട്. പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് അവിടുത്തെ പുതിയ രാജാവും റാണിയുമായാണ് ലൂസിയനെയും ജെയ്സണെയും GTA യൂണിവേഴ്സും ഫാൻസും കാത്തിരിക്കുന്നത്. സോ നമ്മൾ വേവുവോളം കാത്തില്ലേ, ഇനി നമുക്ക് 6 ഓളം കൂടി കാക്കാം അല്ലേ? സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കോമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ഗൈസ്, ഞാനും നിങ്ങളും എല്ലായ്പ്പോഴും ഇവിടെ തന്നെ കാണും. ബസ് നമ്മൾ ചാവൂലല്ലോ, വി ജസ്റ്റ് റീസ്പോൺ. സോ ദിസ് അർജുൻ കളത്ര സൈനിങ് ഔട്ട്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും. കുറഞ്ഞ ഫീസിൽ നെറ്റ് JRF എന്ന സ്വപ്നം നേടിയെടുക്കാൻ ഒരു സുവർണ അവസരം. എക്സ്പേർട്ട് മെൻറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി ക്വാളിറ്റി കോച്ചിങ് ആണ് സ്കൈൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ നെറ്റ് JRF എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കോൺടാക്ട് സ്കൈൽ ഓൺ 8547262962.